ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സിനിമകളുടെയും സീരീസുകളുടെയും OTT അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമ ബാറ്റ്മാൻ നൈറ്റ് ഫാൾ പാർട്ട് 1. ഇതൊരു ആനിമേഷൻ സിനിമയാണ്. ബാറ്റ്മാന്റെയും നൈറ്റ് ഫാൾ കഥയുടെയും പ്രധാന ഭാഗങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെയും ആപ്പിൾ TVയിലൂടെയും ഓഗസ്റ്റ് മാസം 25-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ദി ലാസ്റ്റ് സല്യൂട്ട് എ ലവ് ലെറ്റർ ടു MiG-21 എന്നാണ്. ഇതൊരു ഡോക്യുമെന്ററിയാണ്. ഇന്ത്യൻ വ്യോമസേനയിൽ 62 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച MiG-21 യുദ്ധവിമാനത്തിന്റെ പാരമ്പര്യത്തെയും അതിന്റെ അവസാന നാളുകളെയും കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് മാസം 26-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് മൈക്കിൾ എന്നാണ് സിനിമയുടെ പേര്. പ്രശസ്ത പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന ഒരു ജീവചരിത്ര സിനിമയാണിത്. ജിയോ ഹോട്ട്സ്റ്റാറിലും ആമസോൺ പ്രൈം വീഡിയോയിലും ഓഗസ്റ്റ് മാസം 29-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് മോട്ടോർ സിറ്റി എന്ന് പറയുന്ന ആക്ഷൻ ചിത്രമാണ്. പ്രധാന കഥാപാത്രം നേരിടുന്ന അതിക്രമങ്ങൾക്കും ചതികൾക്കും എതിരെ നടത്തുന്ന പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഒരു ആക്ഷൻ റിവെഞ്ച് ത്രില്ലർ ചിത്രമാണ് ഇത്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസം 25-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഡെത്ത് ഓഫ് ദി പാസ്റ്റേഴ്സ് വൈഫ് എന്നാണ് സിനിമയുടെ പേര്. സൗത്ത് കരോലിനയിലെ ഒരു പാസ്റ്ററുടെ ഭാര്യയായ മൈക്ക മില്ലർ എന്ന സ്ത്രീയുടെ ജീവിതവും അവരുടെ ദാരുണമായ മരണവും അന്വേഷിക്കുന്ന ഒരു ട്രൂ ക്രൈം ഡോക്യുമെന്ററിയാണിത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 26-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ദി എയർപോർട്ട് ചാപ്ലിൻ എന്നാണ്. വിമാനത്താവളത്തിലെ ചാപ്പൽ ശുശ്രൂഷകനായ ടോബിയാസ് വലസ് മിറ എന്നിവരുടെ ജീവിതത്തിലൂടെയും വിമാനത്താവള പശ്ചാത്തലത്തിൽ നടക്കുന്ന വൈകാരിക മുഹൂർത്തങ്ങളിലൂടെയും മുന്നോട്ടു പോകുന്ന ഒരു ഡ്രാമ സീരീസ് ആണിത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 26-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ദി ലാസ്റ്റ് സൺറൈസ് എന്നാണ് സിനിമയുടെ പേര്. അന്ന ടോഡിന്റെ നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനി മല്ലോർക്കയിൽ വെച്ച് പ്രണയം കണ്ടെത്തുന്ന മനോഹരമായ ഒരു പ്രണയകഥയാണ് പറയുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസം 26-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ബ്യൂട്ടി ഇൻ ബ്ലാക്ക് സീസൺ 3. ടൈലർ പോളിഡോർ വില്യംസ് അവതരിപ്പിക്കുന്ന ബെല്ലാരി കുടുംബത്തിൽ അധികാരം നേടുകയും ഒരു അപകടകരമായ കുടുംബജീവിതത്തെ അതിജീവിക്കാൻ മല്ലേറിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കഥയാണിത്. നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ലിയാൻ സീസൺ 2 എന്ന സീരീസ് ആണ്. ലിയാൻ മോർഗനും ക്രിസ്റ്റ്യൻ ജോൺസ്റ്റനും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ പരമ്പര കോമഡിയും നർമ്മവും നിറഞ്ഞ ഒരു സിസ്കോം വിഭാഗത്തിൽ പെടുന്നതാണ്. നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് അഡൽട്ട് സീസൺ 2 എന്നാണ് സീരീസിന്റെ പേര്. FXന്റെ ഈ കോമഡി പരമ്പരയുടെ 2ാം സീസണാണിത്. ഇതിലെ 8 എപ്പിസോഡുകളും ഒരുമിച്ച് റിലീസ് ചെയ്യുന്നുണ്ട്. ഡിസ്നി പ്ലസിലൂടെ ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഓൾ ദി ട്രൂത്ത് ഇൻ മൈ ലൈഫ് എന്നാണ് സീരീസിന്റെ പേര്. എലിസബത്ത് ബെനാവെന്റിന്റെ നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ 5 എപ്പിസോഡുകളുള്ള ലിമിറ്റഡ് സീരീസ് ആണിത്. ഒരു ബാച്ചിലർ പാർട്ടിക്ക് വേണ്ടി കാരവനിൽ യാത്ര പോകുന്ന 6 അടുത്ത സുഹൃത്തുക്കളുടെ യാത്രക്കിടയിൽ പുറത്തുവരുന്ന രഹസ്യങ്ങളും അവരുടെ സൗഹൃദത്തിനുണ്ടാക്കുന്ന വെല്ലുവിളികളുമാണ് ഇതിന്റെ കഥ. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ബറേഡ എന്ന ചിത്രമാണ്. ഡാനിയേല യോഗി സംവിധാനം ചെയ്ത ഈ ചിത്രം 1992-ൽ അർജന്റീനയിൽ 4 കൊലപാതകങ്ങൾ നടത്തിയതായി ശിക്ഷിക്കപ്പെട്ട റിക്കാർഡോ ബറേഡ എന്ന ദന്ത ഡോക്ടറുടെ യഥാർത്ഥ ജീവിതത്തിലെ സംഭവവികാസങ്ങളെയും കേസിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചിത്രം. ഒരു സ്പാനിഷ് ചിത്രമാണിത്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ബെറ്റില ഫിയ ദി സ്റ്റോറി സീസൺ 3 എന്ന സീരീസ് ആണ്. പ്രശസ്തമായ ബെറ്റില ഫിയ പരമ്പരയുടെ 3ാം സീസണാണിത്. ഈ സീസണിൽ ബെറ്റില ഫിയ അംഗ്ലിയർ ദാൻ എവർ എന്ന പുതിയ പേരിലാണ് ഇത് വരുന്നത്. ഇതിലെ എല്ലാ എപ്പിസോഡുകളും ഒരുമിച്ചാണ് റിലീസ് ചെയ്യുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഡാർക്ക് മാറ്റർ സീസൺ 2 എന്ന സീരീസ് ആണ്. സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ പരമ്പര മൾട്ടിവേഴ്സ് അഥവാ സമാന്തര പ്രപഞ്ചങ്ങളുടെ കഥയാണ് പറയുന്നത്. ഇതിന്റെ 2ാം സീസൺ ഒരു എപ്പിസോഡോടെ ആരംഭിച്ച് പിന്നീട് എല്ലാ വെള്ളിയാഴ്ചകളുമായി പുതിയ എപ്പിസോഡുകൾ പുറത്തിറങ്ങും. ആപ്പിൾ TVയിൽ ഓഗസ്റ്റ് മാസം 28-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ദ വിസ്പർമാൻ എന്ന സിനിമയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരുന്ന ദി വിസ്പർമാൻ എന്ന സീരിയൽ കില്ലറുടെ പേടിപ്പെടുത്തുന്ന ചരിത്രമുള്ള ആ നാട്ടിലേക്ക് ഒരച്ഛനും മകനും താമസത്തിനെത്തുന്നു.
തുടർന്ന് അവിടെ ഒരു കുട്ടിയെ കാണാതാവുകയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഇതിന്റെ കഥ. നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് മാസം 28 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ദി സീക്രട്ട് വുമൻ എന്ന സിനിമയാണ്. ഇതൊരു ഡാനിഷ് സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ്. മനുഷ്യന്റെ മനസ്സിനെ സ്പർശിക്കുന്ന ദുരൂഹതകളും വ്യക്തിബന്ധങ്ങളിലെ രഹസ്യങ്ങളുമാണ് ഇതിന്റെ കഥ. നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് മാസം 28 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് മൗസ് ട്രാപ്പ് എന്ന ഒരു വെബ് സീരീസ് ആണ്. കൊറിയൻ ഭാഷയിലുള്ള ഒരു ഡാർക്ക് ത്രില്ലർ സീരീസ് ആണിത്. ദി റാറ്റ് എന്ന വ്യക്തി തന്റെ ഐഡന്റിറ്റി മോഷ്ടിച്ചതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരു നോവലിസ്റ്റും ഒരു പണമിടപാടുകാരനും ചേർന്ന് നടത്തുന്ന അന്വേഷണവും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളുമാണ് ഇതിന്റെ കഥ. നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് മാസം 28 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഗ്രേവ് യാർഡ് സീസൺ 3 എന്ന സീരീസ് ആണ്. ചീഫ് ഇൻസ്പെക്ടർ ഓനം ഒസുൽക്കോവും സ്പെഷ്യൽ ക്രൈം യൂണിറ്റും ചേർന്ന് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ദുരൂഹമായ പാക്കേജുകളെ കുറിച്ച് അന്വേഷിക്കുന്നതും അതിന്റെ പിന്നിലുള്ള വലിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതുമാണ് ഈ സീരീസിന്റെ കഥ. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.